ഈ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ നടത്തിയത് ഞാനാണെന്ന് പറഞ്ഞ് അതിൻ്റെ സർവ്വ ആയുധവും എടുത്ത് എവിടെല്ലാം പറയാമോ അവിടെയെല്ലാം ഫ്രണ്ട് നടന്ന് പറയുകയാണ്. ഈ ഫ്രണ്ട് നടന്ന് പറയുന്നതിന് അവിടെയും ഇവിടെയുമൊക്കെ പൊട്ടാസ് പൊട്ടിക്കുന്നത് പോലെ മറുപടി പറയുന്നതല്ലാതെ നിർത്തടാ എന്ന് പറയാൻ ഒരാളുമില്ലാത്ത സ്ഥിതിവിശേഷത്തിലാണ്. ഇവിടെ നമ്മൾ സിന്ദൂരമിട്ട കഥയും അതിന് നേതൃത്വം കൊടുത്ത കഥയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നാലെ വന്ന് കാല് പിടിച്ച സംഭവമൊക്കെ പറയുമ്പോഴും അവിടെ ഫ്രണ്ട് കാച്ചുന്നുണ്ട്. ഇതൊന്നുമല്ല, വ്യാപാര നികുതി തീരുവ എങ്ങനെയാണ് ലോകസമാധാനത്തിനായി ഞാൻ ഉപയോഗിച്ചതെന്ന് ഫെഡറൽ കോടതിയിൽ വരെ സത്യവാങ്മൂലം കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇതുവരെ നമ്മുടെ ശ്രീജിത്ത് പണിക്കറിനെ പോലെ ദേശീയവാദിയായ ഒരു നിഷ്പക്ഷ പണിക്കരും ഈ ട്രംപിനെ 4 തെറി പറയാൻ മുന്നോട്ട് വരുന്നില്ല എന്നതാണൊരു സത്യം. അതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാകിസ്ഥാൻ്റെ പഹൽഗാം ആക്രമണത്തിന് പകരം ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. അടിച്ച ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മൾ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ യുദ്ധം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വിധം ഒരു മൂന്നാമനായ ട്രംപ് ഉടൻ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും ഇരുകൂട്ടരോടും ഞാൻ സംസാരിച്ചു എന്നും പറഞ്ഞ് രംഗത്ത് വന്നത്. നമ്മളപ്പോഴും ഈ ഉഭയകക്ഷി ചർച്ചയ്ക്കപ്പുറത്തേക്ക് മറ്റൊരാളിനെ ഏർപ്പെടുത്തില്ല എന്ന നിലപാടിലായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇടപെടുത്തിയത്, എന്തിനാണ് ഇടപെട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി രാജ്യദ്രോഹിയും ദേശദ്രോഹിയും ഒക്കെയായി മാറുകയാണ്. അതിന് പകരം അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളെ വിദേശത്തൊക്കെ വിട്ട് അവരൊക്കെയും രാജ്യത്തിന് വേണ്ടി വളരെ കടുപ്പത്തിൽ വാദിക്കുകയുമാണ്. ഈ ഫ്രണ്ട് ഇങ്ങനെ പറയുന്നു എന്നുള്ള കാര്യം എല്ലാ മാധ്യമങ്ങളും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ഫ്രണ്ടിൻ്റെ പേര് വിളിച്ച് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിർത്തറ എന്ന് ഒന്ന് ഉറക്കെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കേണ്ടത് ആവശ്യമല്ലേ? ഇത് അവിടെയും ഇവിടെയും ഒക്കെ പറച്ചിൽ മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താ? ഈ തീരുവ വർധനവുമായി ബന്ധപ്പെട്ട് അഥവാ അമേരിക്ക ഏർപ്പെടുത്തിയ പ്രതികാര നികുതിയുമായി ബന്ധപ്പെട്ട വിഷയം ഫെഡറൽ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അത് അവിടെ വിചാരണയ്ക്ക് വന്നപ്പോൾ സാക്ഷാൽ ഫ്രണ്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അധിക തീരുവ അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ നന്മയാണെന്നും ഈ അധിക തീരുവ വെച്ചാണ് ഞാൻ പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതെന്നും അതുകൊണ്ട് തീരുവ ലോകത്ത് സമാധാനമുണ്ടാക്കുന്നതിന് പോലും ഒരു ആറ്റം ബോംബിനേക്കാൾ മാരകമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും സൈനിക ശക്തിയേക്കാൾ വലിയ സംഗതിയാണ് എന്നും വാദമുയർത്തുകയുണ്ടായി. അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ തരൂരൊക്കെ വിദേശ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ ചെന്ന് ട്രംപിന് മറുപടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറങ്ങി നമ്മൾ ആവേശം കൊള്ളുമ്പോഴും ഈ പണി അവിടെ ഗൗരവമായി നടക്കുകയാണ്. അത് എന്താണ് ആരും ഒന്ന് കടുപ്പത്തിൽ കുറഞ്ഞ പക്ഷം നമ്മുടെ പണിക്കരെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞ് 4 തെറി പറയുന്നത് പോലുമില്ല എന്നതാണ് കഷ്ടം. അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് വായ് മൂടി കെട്ടണമെന്നും നമ്മൾ പല ശത്രുരാജ്യങ്ങൾക്കും എതിരെ സ്വീകരിച്ചതുപോലെ, തുർക്കിക്കെതിരെ സ്വീകരിച്ചതുപോലെ, അസർബൈജാനെതിരെ സ്വീകരിച്ചതുപോലെ ഈ പറയുന്ന ഫ്രണ്ടിൻ്റെ രാജ്യത്തിനെതിരെയും എന്തെങ്കിലും ഒരു നിലപാട് നടപടിയും എടുക്കേണ്ടത് ആവശ്യമല്ലേ എന്ന് ദേശാഭിമാന ബോധമുള്ള ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിപ്പോകുന്നു. അത് പങ്കുവച്ചതാണ്.